GLPS പയ്യനടം സ്കൂൾ റേഡിയോ. കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. ഏവർക്കും കഥാമൃതത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് സ്നേഹസമ്പൂർണമായ സ്വാഗതം. കൂട്ടുകാരെ, ഒഴിവുകാലം എല്ലാവരും ആനന്ദിക്കുന്നുണ്ട് അല്ലേ? വായന മുന്നോട്ട് പോകുന്നില്ലേ? വായനയാണ് നിങ്ങളുടെ ഭാവനയെ വളർത്താൻ സഹായിക്കുന്നത്. കളിയോടൊപ്പം തന്നെ പുസ്തകങ്ങളെയും ചങ്ങാതിമാരാക്കണേ. ഇന്നത്തെ കഥ മാഷിൻ്റെ കുട്ടിക്കാലത്ത് മാഷ് 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠഭാഗമാണ്. ആ കഥയിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് എനിക്ക് ആ പാഠം പഠിപ്പിച്ചു തന്ന മാഷിനെ എനിക്ക് ഓർമ്മ വരികയാണ്. അത്ര രസത്തിലാണ് ആ അധ്യാപകൻ ഞങ്ങൾക്ക് ആ കഥ പഠിപ്പിച്ചു തന്നത്. കൂട്ടുകാരെ, കഥ കേൾക്കാൻ തയ്യാറല്ലേ? കഥയുടെ പേര് പണത്തിനു പകരം വടി. കോടതി കൂടിയിരിക്കുന്നു. 2 ആവലാതിക്കാർ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. വൃദ്ധന്മാരാണ് 2 പേരും. ഒരാളിൻ്റെ കയ്യിൽ സാമാന്യം വണ്ണമുള്ള ഒരു സവാരി വടിയുണ്ട്. ഇതരനാണ് ന്യായാധിപനോട് സങ്കടം ഉണർത്തുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ സങ്കടം? നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏമാനെ, ഈ സങ്കടമൊന്ന് കേൾക്കണേ. അല്പകാലം മുമ്പ് ഞാൻ ഈ മനുഷ്യന് 10 സ്വർണ്ണ നാണയങ്ങൾ കടം കൊടുത്തു. ആവശ്യപ്പെടുമ്പോൾ തിരികെ തരാമെന്ന ഉറപ്പിന്മേലാണ് ഞാൻ അദ്ദേഹത്തിന് പണം കൊടുത്തത്. അയാളെ ബന്ധപ്പെടുത്തേണ്ടതെന്ന് കരുതി ഞാൻ 2-3 വർഷം മടക്കി ചോദിച്ചതേയില്ല. എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പണം മടക്കി ചോദിച്ചപ്പോൾ ഒരു കൂസലും കൂടാതെ അയാൾ പറയുകയാണ് പണം മടക്കി തന്നുവെന്ന്. സത്യമായിട്ടും ഞാൻ പണം കടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, അതിന് യാതൊരു സാക്ഷിയുമില്ല. കോടതി എൻ്റെ ഈ അവലാതിയൊന്ന് പരിഗണിച്ച് എനിക്ക് ന്യായമായ രീതിയിലുള്ള ഒരു തീർപ്പ് കൽപ്പിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇദ്ദേഹം കോടതിയോടും ഇതുതന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, അത് കോടതി സത്യമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ നഷ്ടം ഞാൻ സഹിച്ചോളാം. ഇത് കേട്ട് ന്യായാധിപൻ വടിയും കുത്തി നിൽക്കുന്ന ആ വൃദ്ധനോട് ചോദിച്ചു, ശരിയാണോ ഇയാൾ പറയുന്നത്? നിങ്ങൾ ഇയാളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടോ? അത് തിരികെ കൊടുത്തുവോ? വടിക്കാരനായ വൃദ്ധൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറയുന്നതിൽ പകുതി സത്യവും പകുതി നുണയുമാണ്. ഞാൻ കടം വാങ്ങിയെന്ന് പറയുന്നത് സത്യമാണ്, എന്നാൽ ഞാൻ തിരികെ കൊടുത്തില്ല എന്ന് പറയുന്നത് നുണയാണ്. കോടതി അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, കോടതി മുമ്പിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന്. ഇത് കേട്ട വടിയൂന്നിയ വൃദ്ധൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി മറ്റേയാളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾക്ക് കൊടുക്കുവാനുള്ള 10 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ തിരികെ കൊടുത്തിരിക്കുന്നുവെന്ന്. ഇത് കേട്ട ന്യായാധിപൻ ആദ്യത്തെ അപരാധിക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വടിയുമായി തിരിച്ചു പോകാമെന്ന്. ഇത് കേട്ട വൃദ്ധൻ വല്ലാതെ സങ്കടത്തിലായി. 10 സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ഈ വടിയോ? എന്തു ചെയ്യാം? അദ്ദേഹം വല്ലാതെ ഖിന്നനായി. ദുഃഖിതനായി മടങ്ങിപ്പോകാൻ നിൽക്കുന്ന ആ വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് വടി തിരികെ വാങ്ങാൻ ന്യായാധിപൻ ശിപായിമാരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, ആ വടി പൊട്ടിക്കുക എന്ന്. ശിപായിമാർ ആ വടി 2ആയി പൊട്ടിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും 10 സ്വർണ്ണ നാണയങ്ങൾ താഴെ വീണു. ആ സ്വർണ്ണ നാണയങ്ങൾ പരാതിക്കാരനായ വൃദ്ധന് മടക്കി നൽകി കോടതി. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും ന്യായാധിപൻ്റെ ബുദ്ധിശക്തിയെ മുക്തകണ്ഠം പ്രശംസിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടോ? എന്താണ് ഈ കഥ നൽകുന്ന പാഠം? നാം എന്തൊരു കാര്യത്തെയും കൃത്യതയോടുകൂടി നിരീക്ഷിക്കണം. അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കണം. അപ്പോൾ ഏതൊരു പ്രശ്നവും പരിഹരിക്കുവാനുള്ള മാർഗം നമ്മുടെ മനസ്സിൽ കൃത്യമായി തെളിഞ്ഞു വരും. കൂട്ടുകാരെ, നിങ്ങളെല്ലാം നല്ല ചിന്താശക്തിയുള്ളവരല്ലേ? നിങ്ങളുടെ ചിന്താഗതികൾ നല്ല രീതിയിലേക്ക്
തിരിച്ചു വിട്ടുകൊണ്ട് ലോക നന്മയ്ക്ക് ഉതകുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കഥാമൃതത്തിൻ്റെ 2ാം ദിനം പൂർത്തിയാക്കുന്നു.